ഹായ്ടാ. ഹേയ്, നിന്റെ മോന്തായിക്ക് എന്ത് പറ്റിയടാ? ഇതൊന്ന് അടി കിട്ടി വീണതാ, അടി തെറ്റി വീണതാ. നിന്നോട് ഞാൻ പറഞ്ഞ ബിസിനസ് പ്ലാൻ എന്തായി? ഇൻവെസ്റ്റ് ചെയ്യാൻ എമൗണ്ട് ഉണ്ടാവോ? എമൗണ്ടേ വീട്ടിലൊന്നും നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോഴാ ഇൻവെസ്റ്റ്മെന്റ്. എന്തേ, ടൈല് പണിയാണോ? അതല്ലടാ കൊരണ്ടിവാല, ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യാൻ പോലും പൈസ വെച്ചപ്പോ പറയാ പണിക്ക് പോവാൻ. അതിനിടയ്ക്ക് ഇനി ബിസിനസ്സിൽ ഇറക്കാൻ പൈസ വെച്ചാൽ പറയണത് ഊഹിക്കാവുന്നതല്ലുള്ളൂ. ഹൗ ക്രൂവൽ. നിന്റെ ഡാഡി ഇത്രക്ക് ക്രൂരനാണോ? എന്റെ പപ്പ പിന്നെ ആ വക ഡയലോഗൊന്നുമില്ല. ഞാൻ ക്യാഷ് വയ്ക്കാൻ പോവില്ല, പിന്നെ കട്ടെടുക്കും. അതാവുമ്പോ ചോദിച്ചു നാണം കെടേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരി. എന്ത് പൊണ്ടോരയിലും ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം, എന്നിട്ട് വേണം അതൊക്കെ ഒന്ന് ചെലവാക്കാൻ. എടാ, രാജസ്ഥാൻ മരുഭൂമിയിൽ മണലുള്ളപ്പോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ല? സമജ് നഹിയായ? നീ ഒന്ന് കണ്ണടച്ചാ ഒരു ദിവസം കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. കണ്ണടച്ചു തുറക്കും മുന്നേ കിഡ്നി അടിച്ചു മാറ്റി വിൽക്കാനുള്ള പ്ലാന് വല്ലതും ആണോടെ? സ്വന്തം കൂട്ടുകാരന്റെ കിഡ്നി വിറ്റ് പട്നി മാറ്റേണ്ട ഗതികളൊന്നും ഈ സുശീൽ സുമുഖനില്ലടാ. അതിന് മാത്രം അധപതിച്ചിട്ടില്ല ഞാൻ. ഏത് ഇട്ട ഡ്രോയർ തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊല്ലം തയ്ക്കുന്ന സുമുഖന്റെ മോൻ തന്നെ അല്ലേ നീ? എന്റെ അച്ഛൻ ഇട്ട ഡ്രോയറിലെ എച്ചിത്തരം കാണിക്കൂ. നിന്റെ അച്ഛനെ പോലെ ഡ്രോയർ ഇടാതെ നക്കിത്തരം കാണിക്കില്ല. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാലിയായി. നമുക്ക് ക്യാഷ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അതന്നെ അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ കയ്യിലൊരു സ്വയംഭർ നമ്പർ ഉണ്ട്. അതടയ്ക്കാൻ നമുക്ക് നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ലാക്സ് ഓഫ് ലാക്ക് ക്യാഷ് അടിച്ചെടുക്കാം. റിയലി? എന്താ പ്ലാന്? കിഡ്നാപ്പിംഗ്. അച്ഛനല്ല വങ്ക, നിന്നെ. എന്നെ? ആര്? ഞാൻ. എപ്പോ? ഇപ്പോ. എടാ വഞ്ചക, ഇതിനായിരുന്നു നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയ? ഈ ആടലോടക നിർഗുണനെ കൊണ്ട് എടാ കിഡ്നാപ്പ് ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നിന്റെ അച്ഛൻ്റെ ഡീല് സംസാരിക്കുന്നു, എമൗണ്ട് വാങ്ങിക്കുന്നു, പരിപാടി ക്ലോസ്. അത്രേ ഉള്ളൂ. ഒന്ന് പോടോ ഹേ. ഈ കിഡ്നാപ്പ് എല്ലാം സിനിമയിലെ നടക്കൂ. ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ സിനിമയിൽ കാണിക്കുന്നേ. അപ്പൊ പിന്നെ സിനിമയിൽ കാണിക്കുന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ നടത്തിക്കൂടാ? പക്ഷെ പോലീസിനെ അറിയിച്ചാലോ? അത് പേടിക്കണ്ട, അത് അറിയിക്കാതിരിക്കാൻ എന്റെ ഒരു സൂപ്പർ ഡയലോഗ് ഉണ്ട്. എന്ത്? പോലീസിനെ വിവരം അറിയിച്ചാൽ താങ്കളുടെ മകൻ നാളത്തെ സൂര്യോദയം കാണില്ല. നല്ല ഫ്രഷ് സാധനം. ഇതൊന്നും വർക്കൗട്ട് ആവില്ല. എടാ, ലോകത്തിൽ എവിടെയും പൈസക്ക് വേണ്ടി കിഡ്നാപ്പിംഗ് നടത്തിയ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അഭിവാജ്യ ഡയലോഗാണിത്. ഇതൊക്കെ വർക്കൗട്ട് ആയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, ജസ്റ്റ് എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. നീ നിന്റെ ഫോൺ എടുത്ത് അച്ഛനെ വിളി, എന്നിട്ട് എന്തേലും കാണിക്കേ. പൈസ കിട്ടിയാ മതി. ഇതാ. എന്താ മോനെ? ഇത് തന്റെ മോനല്ല. പിന്നെ ആരടത്? മുത്തുവേൽ പാണ്ഡ്യനോ? മനസ്സിലായില്ല? ഇല്ല. ഓ ഭാഗ്യം. ഞാൻ റാമുജി റാവ് സ്പീക്കിംഗ്. തന്റെ മകൻ ഇപ്പോ എന്റെ കസ്റ്റഡിയിലാ. ഓ ശരി, ഞാൻ വക്കീലായിട്ട് വരാം. പോലീസ് കസ്റ്റഡിയിലല്ല, എന്റെ കിഡ്നാപ്പ് കസ്റ്റഡിയിൽ. തന്റെ മോനെ ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കയാണ്. കിഡ്നാപ്പോ? സാധാരണ ഈ കിഡ്സിനൊക്കെ അല്ലേ കിഡ്നാപ്പ് ചെയ്യാറ്? ഇപ്പൊ ഈ പോര നിറഞ്ഞ വാഴത്തൈകളൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിക്കൊണ്ടുപോയതാണോ? ഇയാൾ ഞങ്ങളെ തട്ടിക്കൊണ്ടുവരാൻ പഠിപ്പിക്കല്ലേ. തെറ്റിക്കൊണ്ടുവന്നൊന്നല്ല, ശരിയായി തട്ടിക്കൊണ്ടുവന്ന തന്നെ. ഒരു 5-6 ലക്ഷം രൂപ തന്ന പയ്യന് ഒരു പോറൽ പോലും മേൽക്കാതെ തിരികെ ഏൽപ്പിക്കാം. ബുദ്ധിമുട്ടാണ്. ഓഹോ, അഹങ്കാരി. നിന്റെ മോനെ ഞാൻ അയ്യോ അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, ഇവൻ എന്നെ തട്ടിക്കൊണ്ടു വന്നിരിക്കുക. ഇവർക്ക് പറയുന്ന കാശ് കൊടുത്തന്നെ രക്ഷിക്ക അച്ഛാ. ഓ മൈ ഗോഡ്. മോനെ, അവനൊന്നും ചെയ്യല്ലേ? ഇല്ല, ഒന്നും ചെയ്യില്ല. ചിന്താ മത് കറോ തന്താജി. പക്ഷെ പണം ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ? പണമല്ലേ? നോ ഇഷ്യൂ, ഞാൻ എത്തിക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒരാളോട് സംസാരിക്കണം. അതാര്? എന്റെ ഒരു കൂട്ടുകാരനാ. താങ്കൾക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. അച്ഛനെന്താ അവിടെ? നിനക്ക് എന്തിനാ ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയേ? അത് എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞു ഒരുത്തനെ കൊണ്ട് അച്ഛനെ വിളിപ്പിച്ച് കാശ് ചോദിച്ചതിന്. അപ്പൊ ഒരിക്കലും പാളിയ നമ്പർ വീണ്ടും വീണ്ടും പയറ്റുന്നത് എന്തിനാടാ മൊണ്ണങ്ങാ മോറ? അത് പിന്നെ അച്ഛന്മാര് വ്യത്യസ്തരാണല്ലോ. ഇനി ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ? അപ്പൊ ഇന്നലെ കിട്ടിയ ബിരിയാണി നിനക്ക് മതിയായില്ല അല്ലേ? തൽക്കാലം നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ടേക്ക് വിടെ. അവനുള്ള ബിരിയാണി അവന്റെ അച്ഛൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നീ വീട്ടിക്ക് വാ. നിനക്കുള്ള കുഴിമന്തി ഞാൻ അവിടുന്ന് തരാം.
എന്തായടാ എന്തേലും കൊളാട്രൽ ഡാമേജ്? നീ പെട്ടെന്ന് വീട്ടിൽ ചെല്ല്, നിനക്ക് അവിടെ ബിരിയാണി ഉണ്ട്. ബിരിയാണിയോ? അപ്പൊ നിനക്ക്? എനിക്ക് കുഴിമന്തി ഉണ്ട്. ഇനി കുഴിമാന്തി മൂക്കിൽ പഞ്ഞി വെച്ച് കിടന്നാൽ മാത്രം മതി.